ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു റണ്ണിങ്ങിന് നിങ്ങളെ സഹായിക്കുമോ? റീസൺ ഒന്നുമല്ല, നിങ്ങളൊരു സ്ഥാപനത്തിൽ പോയിട്ട് ഇതാണ് ബെസ്റ്റ്, ഇവിടെ എല്ലാം ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി പോന്നോളി എന്ന് പറഞ്ഞ സമയത്ത് ആ വീഡിയോ കണ്ടിട്ട് അവിടെ ഒരാൾ പോയിട്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അനുഭവം ഡിഫറെൻ്റ് ആണ്. നമ്മൾ സാധാരണ സമൂഹത്തിൽ ഏത് ലേബലിൽ നമ്മൾ അറിയപ്പെടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ കണ്ടൻറ് ക്രിയേറ്റർ ആയിട്ടാണോ, അതല്ല ഇൻഫ്ലുവൻസർ ആയിട്ടാണോ, അതല്ല റീൽസ് ക്രിയേറ്റർ ആയിട്ടാണോ? നിങ്ങളെ പേജിൽ കറക്റ്റ് ഉണ്ടാവുമല്ലോ നിങ്ങൾ ഏത് ലേബലിലാണെന്ന് അറിയപ്പെടുക. നമ്മളെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും അത് കറക്റ്റ്. അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ളത് കറക്റ്റ്, ഞാനൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്, ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ല. അപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന വാക്ക് പൊതുവേ നമ്മൾ പണ്ട് മുതലേ കേട്ടുകൊണ്ട് നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തോട്ടുകളായിട്ടും ഒരുപാട് കഥകളായിട്ടും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല മഹത്തായ വ്യക്തികളായിരുന്നു. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. 2 മില്യൺ ഫോളോവേഴ്സും ഒരു മൈക്കും ഒരു ഗിംബലും ഉണ്ടായി കഴിഞ്ഞാൽ ആൾ ഇൻഫ്ലുവൻസറായി. സമൂഹം അയാളെ വിശേഷിപ്പിക്കുന്നത് ഇൻഫ്ലുവൻസറായിട്ടാണ്. നേരെ മറിച്ച് ആധികാരികമായിട്ട് വിധി പറയാൻ ഇൻഫ്ലുവൻസേഴ്സിന് എന്തെങ്കിലും അവകാശമുണ്ടോ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. 2 മില്യൺ ഫോളോവേഴ്സുള്ള ഒരു വ്ളോഗർ കുറച്ച് കാലങ്ങളായിട്ട് ഏകദേശം എല്ലാ റെസ്റ്റോറൻറ്റിലും പോയിട്ട് അവിടുത്തെ ഭക്ഷണത്തിനൊക്കെ കുറ്റം പറഞ്ഞ് ഇപ്പം അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് അവിടുത്തെ ഭക്ഷണത്തിനെ കുറ്റം പറയാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് എടുക്കാനും പറ്റില്ല, അതിനെ വളരെ നിശിതമായി വിമർശിക്കുകയാണ്. അപ്പോൾ സാധാരണ ഇത്തരത്തിൽ ആളുകൾ എന്താ ചെയ്യുക, നമ്മളെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മളെന്താണോ കുഴിക്കുന്നത് അതേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ഒരു സമയത്ത് നമ്മൾ ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു സമയത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഭാവിയിൽ ചിലപ്പോൾ നമ്മളെ തിരിഞ്ഞു കൊത്തും. അത് നല്ലതാണെങ്കിൽ നല്ല രീതിയിലും വരും, ചീത്തതാണെങ്കിൽ ചീത്ത രീതിയിലും വരും. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ആധികാരികമായിട്ട് റിവ്യൂ പറയാനോ ആധികാരികമായി റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയാനുള്ള അർഹതയുള്ള ആൾക്കാർ ആരാ ശരിക്കും? അത് നമ്മുടെ നാട്ടിലെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സാണ്. അവരാണ് ഒരു റെസ്റ്റോറൻറ്റ് പോയിട്ട് ഇൻസ്പെക്ഷൻ നടത്തി ഇത് ഇവിടുത്തെ ഫുഡ് മോശമാണോ അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യണോ പറഞ്ഞ ആൾക്കാർ. നമ്മൾ 2 ലക്ഷം 3 ലക്ഷം ഉള്ള ഫോളോവേഴ്സൊക്കെ ഉള്ള ആളുകൾ പോയിട്ട് റെസ്റ്റോറൻറ്റിനെ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ആ റെസ്റ്റോറൻറ്റുകാർ അനുഭവിക്കുന്നത്. അവിടുത്തെ ഫുഡ് നല്ലതായിക്കോട്ടെ ചീസായിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് സഫർ ചെയ്യുന്ന ആൾക്കാർ അവരാണ്. നിങ്ങളെ വാളിൽ നിങ്ങൾ കണ്ടൻറ് ക്രിയേറ്റർ ആയിട്ട് കഴിഞ്ഞിരിപ്പം പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ റീൽസ് ക്രിയേറ്റർ ആയിട്ടായിരിക്കും നിങ്ങളെ പറ്റി പറയുന്നുണ്ടാവുക. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു സ്ഥാപനം നിങ്ങളൊരു ഇനാഗുറേഷൻ ക്ഷണിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ ഉദ്ഘാടനത്തിന് ഒരു ഗസ്റ്റായിട്ട് വരാൻ പറഞ്ഞു, ആ സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത് ഇൻഫ്ലുവൻസർ എന്നുള്ള സാധനം നിങ്ങളെ വാളിൽ സ്റ്റോറി ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന ലേബലിൽ അറിയപ്പെടാനല്ല ആഗ്രഹിക്കുന്നത്. എസ്പെഷ്യലി റെസ്റ്റോറൻറ്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ ടേസ്റ്റ് ബഡും ഡിഫറൻ്റ് ആണ്. ഒരു സ്ഥലത്ത് പോയിട്ടുള്ള ഭക്ഷണം ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത് ബെസ്റ്റാണ്, ഇത് അടിപൊളിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആൾക്കാരെ ക്ഷണിക്കുന്ന സമയത്ത് നിങ്ങൾ അത് മനസ്സിലാക്കാണ്ട് ക്ഷണിച്ചു കഴിഞ്ഞാൽ നാളെ ഇതേ ആൾ നിങ്ങളെ വീഡിയോ വീണ്ടും കാണുന്ന സമയത്ത് അദ്ദേഹം ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വിടുള്ളൂ. അപ്പോൾ അവർ നമ്മളെ തിരസ്കരിക്കുക ചെയ്യുന്നത്. ഇവരെന്തോ ഒരു ഉടായ്പ പ്രൊമോഷനായിട്ട് ഇവൻ വന്നതാണെന്ന് അവർ ചിന്തിക്കും. അവർ നേരെ സ്ക്രോൾ ചെയ്ത് അവർ പോകും. അങ്ങനെ പതുക്കെ ജനങ്ങൾ നമ്മളെ തിരസ്കരിക്കും. അപ്പോൾ ഇവോൾവിങ് ആസ് എ വ്ളോഗറിൽ ഞാൻ ഈ ഒരു വിഷയം എടുത്തിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഇതിന് വളരെയധികം പ്രസക്തി ഉണ്ട്. സമൂഹത്തിൽ പലതരം ആൾക്കാരുണ്ട്. നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേപടി വിഴുങ്ങുന്ന ആൾക്കാരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതേപടി വിഴുങ്ങുന്ന ആൾക്കാർ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കുറച്ച് കാലം ഉണ്ടാവും. നേരെ മറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അവിടെ ദൃഷ്ടാന്തം കിട്ടും, അവർ നാളെ നിങ്ങളെ തിരസ്കരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാലം നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ ഫീൽ ഗുഡ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് ലേബൽ ശ്രദ്ധിച്ചേ പറ്റൂ. ഇൻഫ്ലുവൻസർ എന്ന ലേബൽ തന്നെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഗവൺമെൻറ് ഏജൻസീസും ഗവൺമെൻറ്റൊക്കെ ഇത്തരത്തിൽ ആധികാരികമായിട്ട് വിധി പറയുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചു. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കൊണ്ടിരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.